ആനപ്പുറത്ത് കയറുകയും വേണം, കവലയിലൂടെ പോവുകയും വേണം, എന്നാൽ നാലാള് കാണാനും പാടില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ രാഹുലെ? രാഹുലിനൊരു കാര്യം അറിയാമോ? നിങ്ങൾ കോൺഗ്രസുകാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ ദുഷിപ്പ് പറഞ്ഞു വരുത്തുന്നത് നിങ്ങൾ കോൺഗ്രസുകാർ തന്നെയാണ്. അതിൽ ഞങ്ങൾക്കൊന്നും വലിയ പങ്കില്ല. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും KPCCയുടെ പുതിയ നേതൃത്വത്തിനെതിരെ മാധ്യമങ്ങൾ ബോധപൂർവമായ നെഗറ്റീവ് വാർത്തകൾ നൽകുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. പുതിയ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ നിന്നും ചില നേതാക്കൾ മുൻ നിശ്ചയിച്ച പരിപാടികളിൽ പങ്കെടുക്കേണ്ടതിനാൽ വിട്ടുനിന്നപ്പോൾ തെറ്റായ പ്രചരണം ഉണ്ടായി. പുതിയ ടീമിൽ പാർട്ടിക്കും പ്രവർത്തകർക്കും വിശ്വാസമുണ്ടെന്നും ഇവർ പഞ്ചായത്തും നിയമസഭയും ജയിപ്പിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിനെയും അനിൽകുമാറിനെയും താഴെ നിർത്തി കോൺഗ്രസ് നേതൃത്വം. ഈ ചിത്രം കണ്ടാൽ BJP CPM ഏജന്റുമാരായ ചില കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്ന തലക്കെട്ടാണിത്. ഇക്കൂട്ടരാണ് KPCCയുടെ പുതിയ ടീമിനെതിരെ ബോധപൂർവമായ നെഗറ്റീവ് വാർത്തകളുമായി കടന്നു വരുന്നത്. അതിന്റെ ഒരു ഉദാഹരണം പറയാം. ടീം KPCCയുടെ ചുമതല ഏറ്റെടുക്കൽ നിന്നും പലരും വിട്ടുനിന്നു എന്നാണ് ചില വിദ്വാൻമാരുടെ കണ്ടെത്തൽ. വിട്ടുനിന്നതല്ല, ചില മുൻ നിശ്ചയിച്ച പരിപാടികൾ കാരണം പാർട്ടിയെ അറിയിച്ചതാണ് എന്ന് പറയുന്നത് ഞങ്ങളെ ആരും അറിയിച്ചില്ലല്ലോ എന്നാണ്. ഞങ്ങൾ പങ്കെടുക്കാത്തതിന്റെ കാരണം നിങ്ങൾ അറിയിക്കാൻ സൗകര്യമില്ല. കാരണം ലീവ് അറിയിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ ചാനലിലെ ജീവനക്കാരല്ല. ഇന്നലത്തെ ചാർജ് എടുപ്പിൽ നിന്ന് ആന്റോ ആന്റണി വിട്ടുനിന്നു എന്ന ക്രൂരമായ വാർത്ത ചിലർ കൊടുക്കുകയുണ്ടായി. ഞങ്ങളുടെ എല്ലാം സഹപ്രവർത്തകനായ DCC വൈസ് പ്രസിഡന്റ് MG കണ്ണൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാനും ശ്രീ ആന്റോ ആന്റണിയുമെല്ലാം ആ വിലാപയാത്രയുടെ ഭാഗമായി ആംബുലൻസിൽ ഇരിക്കുമ്പോഴാണ് ആന്റോ ആന്റണി വിട്ടുനിന്നു എന്ന മനുഷ്യത്വരഹിതമായ വാർത്ത വരുന്നത്. പുതിയ ടീം തങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അടിസ്ഥാന പ്രവർത്തകരെ വിജയിപ്പിക്കാനുള്ള മിഷനിലാണെന്ന് പറഞ്ഞത് മുതൽ ശ്രീ MV ഗോവിന്ദന്റെയും ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെയും വിഷമം മനസ്സിലാകും. ആ വിഷമത്തിന് ഏറ്റുകറിയാൻ ചില മാധ്യമ പ്രവർത്തകർ ശ്രമിച്ചാൽ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും അത് ജനാധിപത്യപരമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും. വയനാട്ടിൽ CPM ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വിമതനായ DFI നേതാവ് വന്നപ്പോൾ CPM-ൽ യുവരക്തം എന്ന് വാർത്ത തലക്കെട്ട് കൊടുത്തവർ, ശ്രീ K സുധാകരൻ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി ശ്രീ സണ്ണി ജോസഫ് പുതിയ പ്രസിഡന്റായി വന്നപ്പോൾ സുധാകരനെ വെട്ടി സണ്ണി എന്ന് വാർത്ത കൊടുത്ത കുത്തിത്തിരിപ്പൊക്കെ പ്രവർത്തകർ തിരിച്ചറിയുന്നുണ്ട്. ഈ ടീമിൽ പാർട്ടിക്കും പ്രവർത്തകർക്കും വിശ്വാസമുണ്ട്. ഇവർ പഞ്ചായത്ത് മാത്രമല്ല നിയമസഭയും ജയിപ്പിക്കും. ഇതാണ് രാഹുൽ പറഞ്ഞത്. രാഹുൽ പറഞ്ഞതൊക്കെ ന്യായം തന്നെ. എന്നാൽ ഇപ്പറഞ്ഞതിൽ എത്രമാത്രം ശരിയുണ്ടെന്നും നിങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേരെ വിളിച്ചു പറഞ്ഞാൽ അതിൽ 4 പേരും പറയുന്നത് 4 തരം കുറ്റമായിരിക്കും. മാത്രമല്ല അതിൽ ഒരു വിരുദ്ധൻ ഇതൊക്കെ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണെന്ന് വരെ ചോദിച്ചേക്കും. മാധ്യമങ്ങളോ മറ്റു പാർട്ടിക്കാരോ നിങ്ങളെ കുറിച്ച് പലതും പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് സാരം. ആദ്യം നിങ്ങളിൽ തന്നെ ഒരു ഐക്യം ഉണ്ടാക്കുക. അപ്പോൾ പകുതി പ്രശ്നങ്ങൾ തീരും. അല്ലാതെ കയ്യക്ഷരം നന്നല്ലാത്തതിന് വെറുതെ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം?